അങ്ങ് ദുബായിൽ മാത്രമല്ല, വേണമെങ്കിൽ ഈന്തപ്പന ഇങ്ങ് കേരളത്തിലും കായ്ക്കും. എറണാകുളം മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഈന്തപ്പന കായ്ച്ചത് കൗതുകമായി. ഓറഞ്ച് നിറത്തിൽ കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പഴങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മണലാരണ്യത്തിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലെ കാലാവസ്ഥയിലും ഈന്തപ്പന കായ്ക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിലെ കാഴ്ച. 6 വർഷം മുൻപ് നട്ട 6 ഈന്തപ്പനകളിൽ ഒന്നിലാണ് ഓറഞ്ച് നിറത്തിൽ ഈന്തപ്പഴക്കുലകൾ വിളഞ്ഞത്. സാധാരണയായി മരുഭൂമികളിലാണ് ഈന്തപ്പനകൾ സമൃദ്ധമായി കായ്ക്കുന്നത്. കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തൈകൾ നട്ടുപിടിപ്പിച്ചെങ്കിലും പന വളർന്നതല്ലാതെ കായ്ഫലമുണ്ടായില്ല. ഇതിന് വിപരീതമാണ് മൂവാറ്റുപുഴയിലെ കാഴ്ച. കോവിഡ് മഹാമാരി കാലത്താണ് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് പള്ളി ഭാരവാഹികൾ തൈ വാങ്ങുന്നത്. അവ നിരനിരയായി നട്ട് പരിപാലിച്ചു വരികയായിരുന്നു. പ്രകൃതിദത്തമായ അതിജീവന ശേഷിയുള്ള ഈന്തപ്പനകൾക്ക് പ്രത്യേകിച്ച് വെള്ളമോ വളമോ നൽകിയിരുന്നില്ല. അങ്ങനെ സ്വാഭാവികമായി പന വളരുകയും 6 വർഷങ്ങൾക്കിപ്പുറം കായ്ക്കുകയും ചെയ്യുകയായിരുന്നു. 3 മാസം മുൻപാണ് ആദ്യ കായ്കൾ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ നിറയെ ഈന്തപ്പഴക്കുലകളായി. തൃശൂർ മണ്ണുത്തി സർവകലാശാലയുടെ കീഴിലുള്ള ഫാമിൽ നിന്നാണ് 7 തൈകൾ ഇവിടെ എത്തിക്കൂടുന്നത്. അതിൻ്റെ പരിപാലനവും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടില്ല എങ്കിലും യാദൃശ്ചികമായി ഈ വർഷം അത് പൂത്തുലഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നാടിൻ്റെ കൂടി ഒരു സന്തോഷം കൂടിയാണ്. നമ്മുടെ ഈ മഹലിൽ 2000-ഓളം കുടുംബങ്ങളുണ്ട്. ആ അംഗങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമൊക്കെ ഇവിടെ വരുന്ന ആളുകൾ പങ്കിടുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള മഹലിലെ ആളുകൾ ഈ പന പൂത്തത് കാണാനായി ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. സാധാരണയായി മരുപ്രദേശങ്ങളിലാണ് ഈന്തപ്പനകൾ കൂട്ടമായി വളരുന്നത്. കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ ഇത് കായ്ച്ചതറിഞ്ഞ് നിരവധി പേരാണ് പേഴക്കാപ്പള്ളിയിലെ പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 എറണാകുളം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.